ചെങ്ങായിമാരെ നമ്മളെ വെള്ളാപ്പള്ളി നടേശ സാറിന് നല്ല ഓർമ്മക്കുറവ് വന്നിട്ട് അതിന്റെ കാരണമുണ്ടല്ല കോൺഗ്രസ് ജയിച്ചത് മാത്രമല്ല കോൺഗ്രസ് ഉണ്ടല്ല 100 സീറ്റിലധികം നേടി വിജയിച്ചതാണ് ഇത്രമാത്രം ഓർമ്മക്കുറവ് നമ്മളെ വെള്ളാപ്പള്ളി നടേശന് വന്നത്. ഇതിന്റെ മെയിൻ കാരണം എന്താ പറയുക, നമ്മൾ വി.ഡി. സതീശൻ പറഞ്ഞിന് 100 സീറ്റിൽ കുറവാണ് കോൺഗ്രസ് നേടുന്നെങ്കിൽ മൂപ്പറുണ്ടല്ല വനവാസത്തിന് പോകുന്നു, അതായത് രാഷ്ട്രീയം നിർത്തിട്ട് വനവാസത്തിന് പോകുന്നു. അപ്പൊ തന്നെ നമ്മളെ വെള്ളാപ്പള്ളി നടേശനുണ്ടല്ല കൗണ്ടറായിട്ട് ഒരു ഭയങ്കരമായ ഡയലോഗ് അടിച്ച്, അഥവാ 100 സീറ്റ് കൂടുതൽ കോൺഗ്രസ് നേടിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനുണ്ടല്ല SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം അത് രാജിവെക്കുന്നു. പക്ഷെ സ്വപ്നത്തിൽ പോലും ഉണ്ടല്ല വെള്ളാപ്പള്ളി നടേശൻ ആ ഡയലോഗ് പറയുമ്പം കോൺഗ്രസ് ഉണ്ടല്ല 102 സീറ്റ് നേടുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വെള്ളാപ്പള്ളി നടേശന്റെ കഷ്ടകാലത്തിന് കോൺഗ്രസ് 102 സീറ്റ് നേടിയിട്ട് ഇന്നുണ്ടല്ല പത്രക്കാരൻ മുന്നിൽ നമ്മളെ വെള്ളാപ്പള്ളി നടേശൻ പെട്ടുപോയി. അന്നേരം പത്രക്കാർ ഈ കാര്യമില്ല വെള്ളാപ്പള്ളിയോട് അങ്ങോട്ട് ചോദിച്ചു, അതായത് വെള്ളാപ്പള്ളി നടേശൻ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കൂന്ന്. ആ ചോദ്യം കേട്ടപാട് നമ്മളെ വെള്ളാപ്പള്ളി ഉണ്ടല്ല തന്മാത്രല്ലേ മോഹൻലാലേ, അതായത് അൾഷിമേഴ്സ് രോഗബാധിതനല്ലേ അയാളായി. എന്തായാലും നമുക്കുണ്ടല്ലോ വെള്ളാപ്പള്ളി ഇലക്ഷന് മുന്നേ വി.ഡി. സതീശനോട് വെല്ലുവിളിച്ചില്ലേ, ആ വെല്ലുവിളിയും കേൾക്ക ഇന്ന് മാധ്യമങ്ങളെ മുന്നിൽ വെള്ളാപ്പള്ളി ഇരുന്ന് മെഴുകുന്നത് കേട്ടിട്ട് വന്നാലോ. 100 സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. പക്ഷെ അത് വരുമെങ്കിൽ അന്ന് കാക്ക മലന്ന് പറഞ്ഞാലേ ഞാൻ എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. ആ 100 2 കുറച്ചോ 98 കിട്ടുമെങ്കിൽ വി.ഡി. സതീശൻ ഇന്ന് അദ്ദേഹത്തിന്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിൽ പോകാവോ? ഞാനാണെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ സതീശൻ തയ്യാറാണോ? അങ്ങനെ പലരും പലതും പറഞ്ഞാണ്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ ഏത് കൊല്ലം പുതിയ കൊല്ലം കിട്ടണമായിരിക്കും. ഞാൻ അങ്ങനെ മണ്ടനാണ്. SNDP കണ്ടല്ലോ നമ്മളെ വെള്ളാപ്പള്ളി രണ്ടാമത്തെ വീഡിയോ പറഞ്ഞത്. ആര് എപ്പോ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാതാണ് വെള്ളാപ്പള്ളി ഇപ്പം പറയുന്നത്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ മലയാളികൾ വെള്ളാപ്പള്ളി നടേശനുണ്ടല്ല ഡബിൾ ഡാഡിക്ക സിൻഡ്രോക്ക രാജാവ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തോന്നുമ്പം ഒരു ഉളുപ്പും നാണവും അല്ലാണ്ട് പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ല ഒരൊറ്റ മാറ്റിലും മാറ്റൂ. ഞാനിപ്പോ വെള്ളാപ്പള്ളിക്ക് പറഞ്ഞ രോഗം ഉണ്ടല്ല ഡബിൾ ഡാഡിക്ക സിൻഡ്രോക്ക രാജാവ്, ആ രോഗം നല്ലോണം വെള്ളാപ്പള്ളിക്ക് ഇടുന്ന് അടുത്ത വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. നമുക്ക് എന്തായാലും വെള്ളാപ്പള്ളിക്ക് ആ രോഗം നല്ലോണം ബാധിച്ചിട്ടിടുന്ന ഇന്ന് തന്നെ പറഞ്ഞ വേറൊരു വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഞാനൊരിക്കലും മുസ്ലിം വിരോധിയല്ല, മുസ്ലിങ്ങളെ എതിർപ്പിക്കില്ല. മുസ്ലിം കാണിച്ച ആ വിവേചനത്തിനെതിരെ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ക്രൂശിക്കാൻ നോക്കണം എന്തിനാണ്? ഞാൻ പറഞ്ഞ വിഷയം ശരിയോ തെറ്റോ എന്ന് പറയുന്നതിന് പകരം മുസ്ലിം സമുദായത്തിന്റെ മൊത്തം ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? പക്ഷെ എന്റെ നിലപാട് ഇന്നലെ പറഞ്ഞു ഇന്ന് പറഞ്ഞു തുടർന്നു തന്നെയായിരിക്കും. ആ നിലപാടിൽ നിന്നും മാറുകയാണ്. നിങ്ങൾ കേട്ടല്ലോ നിലപാടുകളുടെ രാജകുമാരനായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഞാൻ മുസ്ലിങ്ങളെ കുറിച്ചോ അവർ ആചാരങ്ങളെ കുറിച്ചോ ഇതുവരെ ജനിച്ചിട്ട് ഇതുവരെ വേണ്ടാത്തത് മോശമായിട്ട് ഒന്നും പറഞ്ഞില്ല എന്നാണ് നമ്മളെ വെള്ളാപ്പള്ളി പറയുന്നത്. മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ, ഞാൻ നേരത്തെ പറഞ്ഞ രോഗം ഉണ്ടല്ല ഡബിൾ ഡാഡിക്കം സിൻഡ്രോക്കോ രാജാവ്, ആ രോഗം നിങ്ങളെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മുന്നേ പറഞ്ഞ കാര്യമില്ല ഇപ്പൊ ഓർമ്മ വരാത്തത്. എന്തായാലും നിങ്ങളെ ആ രോഗം മാറ്റാൻ വേണ്ടി നിങ്ങൾ കുറച്ചു മുന്നേ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ അതിമനോഹരമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ്. അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനിഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. ഇതൊരു പകല് പോലെ സത്യമല്ലേ? നിങ്ങൾ പറയാൻ ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്ക് തൻ്റെ ഇടമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. ഈ ബാക്കിയുള്ള കുറ്റം എന്തിനാ പറയണത്? എല്ലാവരുടെ മനസ്സിലുണ്ടത്, എല്ലാവരുടെ മനസ്സിലും അറിയാം. പക്ഷെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. അവരുടെ ആചാരങ്ങൾ വരുന്ന ഒരാൾ ചായക്കട തോന്നിരിക്കാൻ ഹിന്ദുക്കളെ സമ്മതിക്കുമോ? എന്ത് നാട്ടിലും വഴക്കുണ്ടാക്കുക എല്ലാം അടപ്പിക്കല്ലേ. മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ ഈ വീഡിയോയിൽ നിങ്ങൾ കുറ്റം പറഞ്ഞത്, അതായത് പച്ച വർഗീയത പറഞ്ഞത് ബുദ്ധമതത്തെ കുറിച്ചോ വേറെ ഏതെങ്കിലും മതത്തെ കുറിച്ചല്ല, മുസ്ലിം മതത്തെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ ഇത്രമാത്രം വൃത്തികേട് ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ ഞാനല്ല ഇത് വീണ്ടും ഓർമ്മിക്കുന്നത്. നിങ്ങളുടെ ഒരു ഉളുപ്പും നാണവും അല്ലാതെ ഇത് മറന്നുകൊണ്ടേയിരിക്കും. അതായത് ഡബിൾ ഡാഡി സിൻഡ്രോക്ക രാജകുമാർ എന്ന ആ രോഗം ബാധിച്ചുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം ഇടക്കിടക്ക് മറന്നുകൊണ്ടിരിക്കും. എന്നിട്ട് നിങ്ങളുണ്ടല്ല ഒരു ഉളുപ്പും നാണവും അല്ലാണ്ട് വന്നിട്ട് പറയും ഞാൻ നിലപാടിന്റെ രാജകുമാരനാണെന്ന്. നിങ്ങളുണ്ടല്ല നിലപാടിന്റെ രാജകുമാരനല്ല, ഡബിൾ
ബിലാഡി കാ സിൻഡ്രോ കാ രാജകുമാരനാണ് നിങ്ങൾ ശരിക്കും. നിങ്ങളുണ്ടല്ല മുസ്ലിം മതത്തെ കുറിച്ചും അവരുടെ ആചാരങ്ങളെ കുറിച്ചും പറഞ്ഞ പച്ച വർഗീയതയുണ്ടല്ല, അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ആയിരം പോരാ, ഒരു 1500 എപ്പിസോഡ് ഉണ്ടല്ല ഞാൻ ചെയ്യേണ്ടി വരും. കാരണം അത്രമാത്രം പച്ച വർഗീയത ഉണ്ടല്ല നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് കോൺഗ്രസ്സുകാരുടെ ലീഗുകാരോടാണ്. നിങ്ങളുണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ഇയാളുണ്ടല്ല നമിക്കണം. കാരണം ഇപ്രാവശ്യം CPM ഇതുപോലെ തകരാനുള്ള മെയിൻ കാരണം ഉണ്ടല്ല ഈ ചങ്ങയാണ്, ഈ ചങ്ങയുടെ വായാണ്. ഇയാൾ വായ തുറന്നാ പറഞ്ഞ പച്ച വർഗീയതയില്ലേ, അത് കാരണമാണ് CPM ഇത്രമാത്രം ദയനീയമായി പരാജയപ്പെട്ടത്. അതായത് ഇയാൾ പറഞ്ഞ പച്ച വർഗീയതയില്ലേ, ആ പച്ച വർഗീയത എതിർത്തുകൊണ്ട് CPM ഒന്നും മിണ്ടിയിരുന്നെങ്കിൽ ഇത്രമാത്രം ദയനീയമായ പരാജയം CPM ഉണ്ടാവില്ലായിരുന്നു. ഇനി എനിക്ക് കോൺഗ്രസ്സുകാരുടെ ലീഗുകാരുടെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇയാളുണ്ടല്ല ഒരു ഉളുപ്പും നാണവും അല്ലാതെ 5 വർഷം കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് മെല്ലെ വരും. ഒരു നാണവുമാനും ഉളുപ്പില്ലാതെ മെല്ലെ നിങ്ങളെ കൂടെ ചേരാൻ വേണ്ടി വരും. എന്നാലുണ്ടല്ല ഒരു ഉളുപ്പില്ലാത്ത ചില കോൺഗ്രസ്സുകാരുണ്ട്, അവരുണ്ട് ഇയാളെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് ആനയിക്കും. അതുകൊണ്ട് നല്ലവരായ കോൺഗ്രസ്സുകാരുടെ ലീഗുകാരുടെ എനിക്ക് പറയാനുള്ളത് ഇയാളെ നിങ്ങളുടെ ടീമിന്റെ 7 അയലത്ത് അടുപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ അടുപ്പിച്ചു കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞിട്ടില്ല CPM ഇപ്പം നേരിട്ട തോൽവിയിട്ടില്ല, അതേ തോൽവി ഉണ്ടല്ല ലീഗിനും കോൺഗ്രസിനും 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലത്തെ തോൽവി നേരിടേണ്ടി വരും. ഇയാളുണ്ടല്ല അത്രമാത്രം ഉടായ്പ ടീമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇയാളെ മകനെ ഉണ്ടല്ല BJP-യിലേക്ക് വിട്ട്, അതുകൊണ്ട് ED അന്വേഷണം ഉണ്ടല്ല അത് തൽക്കാലം നിർത്തി. എന്നിട്ട് കേരളം ഭരിക്കുന്നത് ഏത് പാർട്ടിയാണോ അവരുടെ കൂടി നിന്ന്, അതായത് കേരളത്തിലെ അന്വേഷണം അതിൽ നിന്നും ഇയാൾക്ക് കൃത്യമായിട്ട് രക്ഷപ്പെടാം. അതുകൊണ്ട് അത്രമാത്രം ഉടായ്പ ബുദ്ധിയുള്ള മനുഷ്യനാണ് ഇയാള്. അതുകൊണ്ട് കോൺഗ്രസും ലീഗുമാണ് ഇപ്രാവശ്യം ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നല്ലോണം സോപ്പിടും. കോൺഗ്രസിനെയും സോപ്പിടും, ലീഗിനെയും സോപ്പിടും. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ലീഗുകാരുണ്ടല്ല ഇയാളെ സോപ്പിടിൽ ഒരിക്കലും വീഴാൻ പാടില്ല. നേതാക്കന്മാർ ചിലപ്പോൾ വീഴും, പക്ഷെ പ്രവർത്തകരെ നിങ്ങൾ ഒരിക്കലും വീഴാൻ പാടില്ല. ഇയാളെ കളിയുണ്ടല്ല ഇതോടുകൂടി തീരണം. അപ്പൊ ഒരിക്കൽ കൂടി ഒരു ഉളുപ്പും നാണവും അല്ലാതെ വന്ന് ന്യായീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.